ഹലോ ഗായ്സ്, നമ്മൾ വൈത്തൻ ബീച്ചിലോട്ട് പൊക്കൊണ്ടിരിക്കുകയാണ്. എല്ലാരും ഇങ്ങനെ പേടിക്കാൻ അതൊരു കണ്ടന്റ് കിട്ടില്ല. നമ്മൾ പേടിക്കുന്നതായിട്ട് അഭിനയിക്കണം. കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ന്യൂ ഇയർ അടിപൊളി ഗൈസ്. നമ്മൾ വന്നിരിക്കുന്നത് വൈത്തൻ ബീച്ചിലാണ്. ബട്ട് ഇവിടെ നല്ല DJ പരിപാടിയും കുറേ അഡ്വഞ്ചറായിട്ട് കുറേ റൈഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ കുറച്ച് റൈഡ്സിലൊക്കെ കയറി അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ പാട്ട് DJ ഇപ്പം ജസ്റ്റ് ഒരു ടീസറാണ്. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും അവർ സ്റ്റാർട്ട് ചെയ്യുക. ഏകദേശം അടിപൊളി. നമ്മൾ ഡാൻസൊക്കെ കളിച്ച് വേർത്ത് കുളിച്ച് കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ചുറ്റും കുറേ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. എല്ലാവരും വൈബാണ്. നല്ല എൻജോയ്മെൻറ്റിലാണ്. പുതിയ സ്റ്റെപ്പൊക്കെ ഇടുന്ന കാണാം. സോ ഗൈസ്, നമ്മളിവിടെ നിന്ന് പോവുകയാണ്. രണ്ടാം പേഴ്സണോട് ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞാലോ? അടുത്ത് പറയാൻ പറ. ന്യൂ ഇയർ ആയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ന്യൂ ഇയർ സെലിബ്രേഷൻ? ന്യൂ ഇയർ സെലിബ്രേഷൻ ഭയങ്കര ഷോക്കായിരുന്നു. പടക്കം പൊട്ടിയില്ല. ഓ, അത് ഗൈസ് ബോറായി പോയി. ഭയങ്കര പടക്കം പൊട്ടിയില്ല. ഭയങ്കര ബോറായിരുന്നു. ബോർ അത്രേ ഇല്ലായിരുന്നു. പടക്കം പൊട്ടിയില്ല, ഷോക്കായിരുന്നു. പടക്കം പൊട്ടിയില്ല എന്ന് പറഞ്ഞ് ഷോക്ക് എങ്ങനെയാവാ? 12 മണിക്ക് പടക്കം പൊട്ടണം. പിന്നെ ഇട്ട പാട്ട് ശരിയായില്ല. 12 മണിക്ക് ഇങ്ങനെ പിടി ഇട്ട പാട്ട് ശരിയായില്ല. പിന്നെ ഭയങ്കര തിരക്ക്. ഹാപ്പി ന്യൂ ഇയർ ബ്രോ. ഹാപ്പി ന്യൂ ഇയർ ബ്രോ. എങ്ങനെ ഉണ്ടായിരുന്നു ന്യൂ ഇയർ? അടിപൊളി. ഓക്കെ. കൂടാ വന്നിട്ട് അങ്ങനെ താങ്ക്സ് ഗൈസ്. എൻ്റെ ഫാൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സാദിഖ് വ്ലോഗ്സ് ആണിത്. സാദിഖ് പൊക്കി ഇങ്ങനെ വയ്ക്കേ. ഫാൻസ് ഒന്നല്ല, അവൻ പൈസ കൊടുത്ത്. ഫാൻസാ. ഞാൻ സാദിഖ് ഫാനാ. പറയ്. പുതുവത്സരം നടന്നു തീർക്കും. പുതുവർഷം. അപ്പൊ പുതുവത്സര ആശംസകൾ എന്ന് പറയുന്നത് അതങ്ങനെയല്ലടാ. പോടാ പുതുവർഷം അങ്ങനെ എന്തോ ആണ്. പുതുവത്സര ആശംസകൾ എന്നാണ്. പുതുവത്സര ആശംസകൾ എന്ന് മീൻസ് പുതുവത്സം ആശംസിക്കും. വത്സം മീൻസ് അടുത്ത വർഷം. വർഷമല്ലേ പറയാൻ? എടാ, വർഷം പറഞ്ഞ് അങ്ങനെയൊക്കെ ആവും. ഇതെന്തൊരു സംസ്കൃതത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഓ, ടൈം നോക്കി. ടൈം 12:04. UST ആണോ IST ആണോ? UST ആണ്. PST അല്ല, INR. ഇന്ത്യൻ റുപ്പീസ്. സോ ഗൈസ്, ന്യൂ ഇയർ ഒക്കെ ആഘോഷിച്ച് നമ്മൾ തിരിച്ച്
വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. ഏത് സ്ഥലമാണെന്ന് ഡിസൈഡ് ചെയ്തില്ല. എല്ലാവരും ഇറങ്ങുന്നത്. നമ്മളവിടെ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. ബൂസ്റ്റർ ഈറ്റ് എന്ന് പറഞ്ഞൊരു കടയിലാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇതിന് മുന്നേ ഇവിടെ കഴിച്ചിട്ടുണ്ട്. അടിപൊളി ഫുഡാണ്. സോ ഇത്ര പേരാണ് നമ്മൾ ന്യൂ ഇയറിൻ്റെ കൂടെയാണ്. എൻ്റെ കൂടെ ന്യൂ ഇയർ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നത്. അങ്ങനെ ആവാം. എന്ത് ചിരിക്കട? നീ ചിരിച്ചാൽ ട്രോളാക്കും. വെയിറ്റൊക്കെ വന്ന് ഗൈസ്, ഇനി ഫുഡ് വെയിറ്റിംഗ് ആണ് നമ്മൾ. സോ നമ്മളിവിടെ കഴിക്കാൻ പോണത്, ഞാൻ 2 പൊറോട്ട വിത്ത് ചിക്കൻ 65. പയ്യന് ഈ ഒരു കഴിവ് മാത്രമേ ഉള്ളൂ. ചിക്കൻ 65 വന്നു. നല്ല ചൂട്. ചില്ലി ചിക്കൻ വിത്ത് പൊറോട്ട കഴിച്ചു നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. സോ ഗൈസ്, നമ്മൾ സ്പിൻ ചെയ്യാൻ പോവുകയാണ്. ഈ ഫുഡിൻ്റെ ബില്ല് വന്നു. ബില്ല് നോക്കാം. എത്ര? അത്രയുള്ള 934 ബില്ല്. നമുക്ക് ഞാൻ സ്പിൻ ചെയ്യാൻ പോവുകയാണ് ചേട്ടാ. ഇവിടെ നോക്കാം. കൺഗ്രാറ്റുലേഷൻ തമന്ന, വിന്നർ. എന്റെ ഫോണിൽ കാണുന്നില്ല. ഇങ്ങനെയാണ്. എന്തായാലും ഗൈസ്, തമന്നയ്ക്ക് നല്ല ഭാഗ്യമുണ്ട്. ന്യൂ ഇയർ ആയിട്ട് സ്പിന്ന് കിട്ടപ്പോഴത്തേക്ക് തമന്നയുടെ പേരാണ് വന്നത്. സോ തമന്നയായിരിക്കും ഈ ബില്ല് പേ ചെയ്യാൻ പോണത്. അപ്പൊ എങ്ങനെ പേ ചെയ്യല്ലേ? സ്പ്ലിറ്റില്ല. ഇതില് താങ്ക്സ് മാത്രമേ ഉള്ളൂ. എന്തായാലും നിനക്ക് ഭാഗ്യമുണ്ട്. നിന്റെ ഇപ്പുറത്തെ ഞാനായിരുന്നു. Winner of the bill. Yeah. Hey guys, നമ്മളിവിടെ നിന്ന് ഇനി വേറെ ഒരു സ്ഥലത്തേക്ക് പ്ലാൻ ചെയ്യുകയാണ്. എവിടെ പോകണമെന്ന് പറഞ്ഞാൽ ഇന്ന് ദിവസം തന്നെ ഫുൾ കറങ്ങണം, എൻജോയ് ചെയ്യണം. ബിക്കോസ് ന്യൂ ഇയർ ഒക്കെ അല്ലേ. Everyone are enjoying New Year. So guys, നമുക്കിനി ബൂസ്റ്റർ ചായയിലോട്ട് പോവാം. ഗൈസ്, നമ്മളിപ്പം ചായ കുടിക്കാൻ പോവുകയാണ്. ബൂസ്റ്റർ ചായ എന്ന് പറഞ്ഞൊരു ഷോപ്പ്. ആക്ച്വലി നമ്മൾ പോയ സ്ഥലത്ത് ഇത് എന്തൊന്ന് ഡി ജെ ഉണ്ടായിരുന്നു. ബട്ട് ഡി ജെ പരിപാടി അത്ര പോരാ, സത്യം പറയാലോ. അവർ ജസ്റ്റ് പാട്ടൊന്നും ഇട്ടില്ല. ജസ്റ്റ് ഒരു ട്യൂണ്, ഡി ജെ സൗണ്ട്സ് കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പാട്ടൊന്നും ഇട്ടില്ല. ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഒരു പാട്ട് ഇട്ടു. പിന്നെ കൗണ്ടൊന്നും അത്ര പോരാ. ഇത് മൊത്തത്തിലൊരു സത്യം പറഞ്ഞാൽ കുറച്ചുകൂടെ അടിപൊളിയാക്കായിരുന്നു. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ശരിയായില്ല. ബട്ട് നമ്മളെന്തായാലും അടിച്ച് പൊളിക്കുകയാണ്. സത്യം പറയാലോ, അടിപൊളി. നമ്മൾ ഇങ്ങനെ ഒരു ഫസ്റ്റ് ടൈമാണ് ന്യൂ ഇയർ ഇവിടെ കൊച്ചിയിൽ ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷം ആഘോഷിക്കാനൊന്നും പറ്റിയില്ല സത്യം പറഞ്ഞാൽ. സോ ഇത് അടിപൊളിയായിട്ടുണ്ട്. നന്നായിട്ട് എൻജോയ്മെൻ്റ് ഉണ്ട്. അതാണ് മെയിൻ ഒരു കാര്യം. ഹാപ്പിയാണ്.
ഓ എന്ത് തിരക്ക്. ഇവിടുത്തെ ഒറ്റൊരു കാര്യം എനിക്കിഷ്ടമല്ല, ഈ സിഗ്നലും ബ്ലോക്കും. എപ്പോൾ വണ്ടി കൊണ്ട് ഇറങ്ങിയാലും ഒന്നെങ്കിൽ ബ്ലോക്ക് ഇല്ലെങ്കിൽ സിഗ്നൽ. അപ്പുറത്തെ സിഗ്നൽ എന്തിനാന്ന് ഒരു ആവശ്യമില്ല. ട്രിവാൻഡ്രം ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്ത് അടിപൊളിയാണെന്ന് അറിയാതെ. ഒരു 10 കിലോമീറ്റർ പോകണമെങ്കിൽ ട്രിവാൻഡ്രത്ത് ഒരു കൂടി പോയാൽ 10 മിനിറ്റ്, 10-12 മിനിറ്റ്. ഇവിടെ 10 കിലോമീറ്റർ പോകണമെങ്കിൽ 3/4 മണിക്കൂർ, 1 മണിക്കൂർ. അമ്മാതിരി ബ്ലോക്കാണ്. ഗൈസ് നമ്മൾ കടയെത്തി. നമ്മളെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കാർ കാണിച്ചു തരാം ഗൈസ്. ഇറ്റ്സ് മൈ ഡ്രീം കാർ. എടാ വണ്ടി നോക്കടാ, ഗ്രൗണ്ട് ക്ലിയറൻസ് ഒട്ടുമില്ല ഗൈസ്. അടിപൊളി. ആ ലൈറ്റ്, ആ കണ്ണാണ് അടിപൊളി. സോ ഗൈസ് നമ്മൾ വേറെ കടയിൽ വന്നിരിക്കുകയാണ് ചായ കുടിക്കാൻ. അഞ്ച് മണി ആവാറായി. നമ്മൾ ഇവിടെ തൃക്കക്കര കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു. നമ്മൾ വീട്ടിൽ പോവുകയാണ്. ബൈ ഗൈസ്. ബൈ, ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും.